അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ രാത്രിക്ക് എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഈ സന്ധ്യാസമയത്ത് അറിയിക്കുകയാണ്. തുടർന്നുള്ള സമയം വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഈ രാത്രി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഈ രാത്രിയിലത്തെ ദൈവവചന ശുശ്രൂഷയ്ക്കായി നമ്മുടെ മധ്യയായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സജീവസ് പോളിനെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ശുശ്രൂഷിച്ചിട്ടുള്ള സഭകളിലൊക്കെ അനേക തവണ കടന്നു വന്ന് വിലപ്പെട്ട ശുശ്രൂഷകൾ നിർവഹിച്ച ഒരു കർത്തദാസനാണ്. ഈ തലമുറയിൽ കർത്താവ് ശക്തിയോടെ കർത്തദാസനെ ഉപയോഗിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. തന്നെ ആറയൂരിനടുത്ത് ഒരു സഭയുടെ ശുശ്രൂഷകനായി കർത്താവ് അയക്കുന്നിടത്തൊക്കെ കടന്നുപോയി അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീതനായ ഒരു കർത്തദാസനാണ്. തുടർന്നുള്ള സമയം വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നാളെ പകലും രാത്രിയിലും കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിനു പൗലോസ് അവറുകൾ പിറവം നമ്മുടെ മധ്യ ദൈവജനം ശുശ്രൂഷിക്കുന്നു. ഇങ്ങനെ അനുഗ്രഹീതരായ കർത്തദാസന്മാർ ഈ യോഗങ്ങളിലൊക്കെ ശുശ്രൂഷിക്കുന്നല്ലോ. ഈ യോഗങ്ങളിൽ കൃത്യതയോടെ പ്രാർത്ഥനയോടെ കടന്നു വരുവാൻ ദൈവസ്നേഹത്തിൽ അർപ്പിക്കും. തുടർന്നുള്ള സമയം വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ തുടർന്നുള്ള ദൈവവചന ശുശ്രൂഷയ്ക്കായി കർത്താവിൻ്റെ ദാസൻ സജീവ് പോൾ അവരെ ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവവചനം ശ്രവിക്കാമല്ലോ. Praise the Lord. Hallelujah. Hallelujah. ഒന്ന് കൈകളെ ഉയർത്തി കർത്താവിന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ധന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രി സമയത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. PMG ദൈവസഭയുടെ പാളയം ചർച്ചിൽ ഇങ്ങനെ ദൈവജന ശുശ്രൂഷയ്ക്കായിട്ട് ദൈവൊരവസരം അടിയൻ്റെ ജീവിതത്തിൽ ഒരുക്കിയതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രത്യേകാൽ 3 ദിവസത്തെ പ്രാർത്ഥനകൾ ഇവിടെ ദിവസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് രാത്രി വളരെ പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. വിശേഷിച്ച് ഈ ദൈവസഭയുടെ ശുശ്രൂഷകന്മാരായ മാന്യ ദൈവദാസന്മാരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർ TM കോശി അവറുകൾ, അതുപോലെ തന്നെ പാസ്റ്റർ ജോബിൻ ജോസഫ് അവറുകൾ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ ദൈവസന്നിധി കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരന്മാരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഈ പ്രാരംഭ നിമിഷങ്ങൾ അറിയിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. വാസ്തവത്തിൽ ഇവിടെ ഞാൻ ശുശ്രൂഷിക്കേണ്ട ഒരു അവസരം എൻ്റെ ജീവിതത്തിൽ മിസ്സായിപ്പോയ ഒരു അനുഭവം 2024 സെപ്റ്റംബർ മാസം ഉണ്ടായിരുന്നു. അന്ന് ഇവിടെ മുൻ ശുശ്രൂഷകനായിരുന്ന പാസ്റ്റർ MA വർഗീസ് അവറുകളും ഇവിടെ ശുശ്രൂഷയ്ക്കായിട്ടൊരു പകലും രാത്രിയിലും വിളിക്കുവാനിടയായിത്തീർന്നു. ആ സമയത്ത് ശാരീരികമായ ചില ക്ലേശങ്ങളാലും ഞാൻ ജനിച്ചത് തൊട്ട് ഇന്ന് നാൾ വരെ ഷുഗർ എന്തെന്നറിയാത്ത എനിക്ക് 480 ഷുഗർ കൺഫേം ചെയ്യുകയും വല്ലാത്ത ക്ഷീണത്തിലും ഭാരത്തിലുമൊക്കെ ആയിരുന്നത് കൊണ്ട് അന്ന് കടന്നു വന്ന് ശുശ്രൂഷിപ്പാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ കർത്തദാസനോട് അത് പറയുകയും അനന്തരം മറ്റൊരു കർത്തൃത്വത്തിനെ അതിനായിട്ട് ക്രമീകരിക്കുകയും ചെയ്തു. സ്തോത്രം. അന്ന് മുതൽ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഒരു അവസരം ഇങ്ങനെ മിസ്സായിപ്പോയല്ലോ, ഇനിയും ഒരു പ്രാവശ്യം കൂടി ശുശ്രൂഷയ്ക്കായിട്ട് ഒരവസരം ഒരുക്കണം. അങ്ങനെ ഇവിടെ അവസരം ഒരുക്കി തന്നത് പ്രിയ ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോബിൻ ജോസഫ് അവറുകളാണ്. അദ്ദേഹമായിട്ട് ദീർഘ വർഷങ്ങളുടെ ചില പരിചയങ്ങൾ കർത്താവ് എനിക്ക് തരുവാൻ ഇടയായിത്തീർന്ന ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹം ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കാനുള്ള അവസരങ്ങളൊക്കെ കർത്താവ് കളിയുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. ഇതെല്ലാം ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സമയം പരിമിതമായ സമയമാണ്. എങ്കിലും പരിമിതമായ സമയത്തിനകത്ത് നിന്ന് കർത്താവെങ്കിൽ ഫലമേൽപ്പിച്ച ഒരു ചെറിയ ദൂത് നിങ്ങളുടെമായി ഇന്ന് രാത്രി പങ്കുവയ്പ്പാൻ കർത്താവിൽ താല്പര്യപ്പെടുകയെന്നു.
അധികം മുഖവരികളൊന്നും കൂടാതെ നമുക്ക് ദൈവവചന ചിന്തയിലേക്ക് വേഗത്തിൽ പ്രവേശിക്കാം. ഇന്ന് രാത്രി അല്പസമയ ചിന്തകൾക്കായിട്ട് നമുക്കൊരു വേദഭാവം വായിക്കാം. 112 സങ്കീർത്തനം 1 വാക്യം ആരെങ്കിലും ഒരാൾക്ക് ശബ്ദം ഉയർത്തി ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. 112. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. മതി, ഒരു നിമിഷം കണ്ണുകളടച്ച് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ദൈവകൃപയാൽ ഇന്ന് രാത്രിയിലും നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടുമാറാകട്ടെ. ക്രമീകൃതമാകുന്ന ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ രാത്രിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഒന്ന് ചലിക്കട്ടെ. നമുക്കൊന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം, ദൈവത്തിന് മഹത്വം. ആത്മാവ് നിറഞ്ഞവരായ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പ്രബോധിപ്പാൻ ദൈവത്തിൻ്റെ തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒന്ന് സ്തോത്രം ചെയ്യാം, സ്തോത്രം ചെയ്യാം. സ്തോത്രം ചെയ്യാൻ അറിഞ്ഞുകൂടാത്ത വിശ്വാസികളാണ് PMG ദൈവസഭയിലാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. കുഴപ്പമില്ല, നിങ്ങൾക്കാകുമെങ്കിൽ നിങ്ങൾ സ്തോത്രം ചെയ്യുക. നിങ്ങളെ ദൈവം രക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ സ്തോത്രം പറയണ്ട. നിങ്ങൾക്ക് പ്രാണം തന്നില്ലെങ്കിൽ സ്തോത്രം, നിങ്ങൾക്കൊന്നും ചെയ്തില്ലെങ്കിൽ ഒന്നും സ്തോത്രം പറയണ്ട. വല്ലതും ചെയ്തെങ്കിൽ സ്തോത്രം പറഞ്ഞോ. റാഥലബാല ഷിഗലഹദിരിയാദവൗധൽ പ്രഭാദികസ്പര പ്രഭാദികം പ്രബന്ധൽ കടാദികസ്യൽ കവന ഷേഖിലാദലാധികം പ്രബദ്ധൽ കടാധികം പ്രഭം പരമ്പലധലാദി. അന്യഭാഷയിൽ കൃപ ലഭിക്കുവാൻ, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ കൃപ ലഭിച്ചു. അന്യഭാഷയിൽ 1-2 മിനിറ്റുകൾ പ്രാർത്ഥിച്ച് വേഗത്തിൽ പ്രാർത്ഥിച്ച് റാഥിയാം പ്രൗസ് ബ്രേഖെ ലാബാന സ്പാന ലേധാലിയ ലഥോ നിയം ഷബാഖെ ലേബല പ്രഭാന ഹദ്ദലെ ബരം ഷഗദ്ധല ബൗഷൽ ഖനാദിഗാനി ഹദാറഗൽ ഖനാദിഗസ്ബനാദലെ. ജീസസ് നെയിം. നിൻ്റെ സാന്നിധ്യത്തിനായി നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കുറുകിയിട്ടില്ല. എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കുറുകിയിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഇൻപസ്വരത്താൽ നയിച്ചതിനാൽ. എന്നും നിറയ്ക്കും പാനപാത്രമുണ്ടെന്നും ഇന്നുവരെയും അത് കുറഞ്ഞിട്ടില്ല. എന്നും നിറയ്ക്കും പാനപാത്രമുണ്ടെന്നും ഇന്നുവരെയും അത് കുറഞ്ഞിട്ടില്ല. എൻ ദാഹം തീർക്കുന്ന ജീവനദിയുണ്ടെന്നും ഒരു നാളും വറ്റിപ്പോകില്ല. എൻ ദാഹം തീർക്കുന്ന ജീവനദിയുണ്ടെന്നും ഒരു നാളും വറ്റിപ്പോകില്ല. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഇൻപസ്വരത്താൽ നയിച്ചതിനാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഇൻപസ്വരത്താൽ നയിച്ചതിനാൽ.
ഇമ്പസ്വരത്താ നയിച്ചതീന. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി സമയത്തിനായി സ്തോത്രം. വായിച്ച ദൈവജനത്തിനായി സ്തോത്രം. അടിയൻ അങ്ങടേതാണ്, വായിച്ച് കേൾപ്പിച്ച തിരുവചനം അങ്ങടേതാണ്, ഇവിടെ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർ അങ്ങടേതാണ്, ഈ PMG ദൈവസഭ അങ്ങടേതാണ്, ഇവിടുത്തെ ദൈവമക്കൾ അങ്ങടേതാണ്. കർത്താവേ, ഇന്ന് രാത്രി ഇവരോടെന്താണോ സംഭാഷിക്കേണ്ടത് അത് മാത്രം അതിൻ്റെ അടിയൻ്റെ അതിരത്തിലൂടെ നൽകി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വ്യക്തമായ ദൈവശബ്ദം കേൾപ്പിക്കണമേ. അത് എൻ്റെ ജീവിതത്തിലും ഇവിടെ ജീവിതത്തിലും ഒരുപോലെ അനുഗ്രഹമാക്കി ദൈവം തീർക്കണമേ. നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എന്നെ തന്നെ തൃക്കരങ്ങളിലേക്ക് താഴ്ത്തുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ തന്നെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. സമയം നമ്മുടെ മുമ്പിൽ അധികമില്ല, വേഗത്തിൽ സമയം പോയിക്കൊണ്ടിരിക്കുന്നു. ജസ്റ്റ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ദൈവജനം ശുശ്രൂഷിപ്പാൻ, ദൈവജന ചിന്തയിലേക്ക് നമുക്ക് വേഗത്തിൽ പ്രവേശിക്കും. എൻ്റെ പേര് സജു എസ് പോൾ എന്നാണ്. ഞാൻ ജനിച്ചു വളർന്നത് കാട്ടാക്കടയുടെ അടുത്ത് ഒരു പ്രദേശത്തിലാണ് ജനിച്ചു വളർന്നത്. ഇവിടെ ഉണ്ടായിത്തീർന്നത് ക്രിസ്തീയ കുടുംബത്തിൽ. ക്രിസ്തീയ കർത്താവ് കൃപ നൽകി. ശേഷം ദൈവജനം വിസ്ഡം ബോറേഷ്യ എന്ന് പറയുന്ന ബൈബിൾ കോളേജിൽ, കാട്ടാക്കട പാലയിലേക്ക് അടുത്തുള്ള ബൈബിൾ കോളേജിൽ പഠിക്കും. ശേഷം മിഷൻ ഇന്ത്യ ബൈബിൾ കോളേജിൽ മുളയാറിപ്പോയി ദൈവജനം അഭ്യസിക്കുവാനും ദൈവം കൃപ നൽകി. പിന്നീട് ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ പലപ്പോഴും ഒക്കെ പല സെമിനാരിയുടെ പല ബൈബിൾ കോളേജിൻ്റെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുവാനൊക്കെ കർത്താവും സഹായിച്ചു. ഇതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ വിവാഹിതനാണ്. RU PMG ദൈവസഭയിലെ അംഗമായ ഷബ്ജി എന്ന് പറയുന്ന സഹോദരിയാണ് ഞാൻ വിവാഹം കഴിപ്പടയായിത്തീർന്നത്. 2 കുഞ്ഞുങ്ങളെ കർത്താവ് ദാനം ചെയ്തിട്ടുണ്ട്. ഒരു മകനുമാണ് എനിക്കുള്ളത്. സ്തോത്രം. വിശേഷാൽ നിങ്ങളെ ഓർക്കുമ്പോഴും ഞങ്ങളുടെ ശുശ്രൂഷകളെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പ്രാരംഭ കർത്താവ് നമ്മളെ ഏവരെയും സമൃദ്ധമായിട്ട് ഇന്ന് രാത്രികാലം സഹായിക്കുമാറാകട്ടെ. നമുക്ക് ദൈവജന ചിന്തയിലേക്ക് വേഗത്തിൽ പ്രവേശിപ്പാൻ കർത്താവ് നമുക്ക് കൃപ നൽകുമാറാകട്ടെ. വായിച്ച ദൈവജന ഭാഗം ഒരു പ്രാവശ്യം കൂടെ ഇളക്കുന്നു. വായിക്കാം. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. മതി. സ്തോത്രം. ദൈവത്തിൻ്റെ തിരുവെഴുത്ത് ഇന്ന് രാത്രി നമുക്ക് സംസാരിപ്പാനായിട്ട് പരിശുദ്ധാത്മ നൽകിയത് യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ ഭയപ്പെട്ടവൻ്റെ കൽപ്പനകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നമ്മൾ പലപ്പോഴും ഈ വേദഭാഗത്തിരി ദൈവജന ചിന്തകൾ നമ്മൾ പലപ്പോഴുമായി കേട്ടിട്ടുള്ളവരാണെങ്കിലും ഇന്ന് രാത്രിയിലും സ്തോത്രം പരിശുദ്ധാത്മാവ് ഈ വചനത്തിൽ ഇടപെടാൻ പോകുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. 112 സങ്കീർത്തനം പേര് ആരാണെന്ന് പരാമർശിക്കാത്ത ഒരു എഴുത്തുകാരനാൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു മനോഹര സങ്കീർത്തനമാണ്. ദൈവത്തെ സ്തുതിക്കുക എന്ന ആഹ്വാനത്തോടുകൂടെ ആരംഭിക്കുന്ന സങ്കീർത്തനമാണ് 112 സങ്കീർത്തനം. വേദപുസ്തകം പഠിക്കുമ്പോൾ 150 സങ്കീർത്തനങ്ങൾ അടങ്ങിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇതിനകത്ത് നമ്മൾ ഇന്ന് രാത്രി വായിച്ചത് 112 അധ്യായം, 112 പുസ്തകമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് സങ്കീർത്തനങ്ങൾ 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, 1-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നവരും പേരില്ല എങ്കിലും നമ്മൾ പൊതുവെ അല്ലെങ്കിൽ വേദചിന്തകന്മാർ, വേദ പണ്ഡിതാക്കന്മാർ വിശ്വസിക്കുന്നു അത് ദാവീദിൻ്റെ സങ്കീർത്തനമാണ് എന്നാണ്. സ്തോത്രം. 1-ാമത്തെ സങ്കീർത്തനം ദാവീദിൻ്റെ സങ്കീർത്തനമായി നമുക്ക് വിവരണമായി അല്ലെങ്കിൽ ചിട്ടയായി നമുക്ക് നൽകുമ്പോൾ ആദ്യമായി സങ്കീർത്തനം എഴുതിയത് ആരാണ്? സ്തോത്രം. ആരാണ് ആദ്യ സങ്കീർത്തനം എഴുതിയത്? ആരെങ്കിലും അറിയാമോ? ആദ്യ സങ്കീർത്തനം എഴുതിയത് മോശ. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മോശയാണ് ആദ്യമായി സങ്കീർത്തനം, 90-ാം സങ്കീർത്തനം. മോശയ്ക്ക് ശേഷമാണ് പിന്നെ ദൈവഭക്തന്മാരുണ്ടാകുന്നത്. ദാവീദൊക്കെ സങ്കീർത്തനം ഏറ്റവും കൂടുതൽ എഴുതിയ വ്യക്തിയാണ്. പക്ഷേ മോശയാണ് ആദ്യ സങ്കീർത്തനം എഴുതിയത്. പക്ഷേ ചിട്ടയായ ക്രമത്തിൽ വന്നപ്പോൾ 1-ാം സങ്കീർത്തനം ദാവീദിൻ്റെതായിട്ട് വന്നു, 90-ാം സങ്കീർത്തനം മോശയുടേതായിട്ട് വന്നു. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ സ്തുതികളാണ്. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ സ്തുതികളാണ്. ഒരു സങ്കീർത്തനത്തെ പറ്റി ക്ലാസ് എടുക്കാനല്ല ഇന്ന് രാത്രി നിൽക്കുന്നത്, ഉപവാസ പ്രാർത്ഥനയാണ്. നിങ്ങൾക്കുള്ള ദൂത് ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആൾക്കാരെ ഇന്ന് രാത്രി വളരെ കുറച്ചാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത്തിരി ആൾക്കാർ ഉള്ളതാണ്. പക്ഷേ എന്തൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് ഇച്ചിരി കുറവാണ്. എങ്കിലും ആൾക്കാരുടെ പെരുപ്പത്തിലല്ല, ഒരുക്കത്തിൽ പ്രവർത്തിക്കുന്ന ദൈവം നമ്മുടെ നടുവിൽ ഉള്ളതോർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ 112-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു കേട്ടത് യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ ഭയപ്പെട്ടവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യം. എല്ലാവരും ഒന്ന് പറഞ്ഞ് യഹോവയെ
സ്തുതിപ്പിന് യഹോവയെ സ്തുതി. ഇന്ന് രാത്രി നമ്മൾ വന്നിരിക്കുന്ന ദൈവത്തെ സ്തുതിപ്പാനാണ്. ഉപവാസ പ്രാർത്ഥന ഒന്നാമത് രാത്രി നമ്മളായിരിക്കും ദൈവത്തെ സ്തുതിപ്പാൻ. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് നേരുണ്ടെങ്കിൽ സ്തുതിച്ചാൽ മതി. നേരുണ്ടെങ്കിൽ സ്തുതിച്ചാൽ മതി. ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും ഒരു നേരിൻ്റെ ഭാഗം ഉണ്ടെങ്കിൽ സ്തുതിച്ചാൽ മതി. ഹല്ലേലൂയ. നേരുള്ളവർക്ക് ഉചിതമാണ് ദൈവത്തെ സ്തുതിക്കുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. പണ്ടത്തെ പഴയ യാഗത്തെക്കാളും എത്രയോ ശ്രേഷ്ഠമാണ് സ്തുതി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. കൊമ്പുള്ള ആ മൂരിയേക്കാളും കുളമ്പുള്ളതിനേക്കാളും ഒക്കെ ദൈവത്തിലുള്ള സ്തുതി ഭയങ്കരമാണ്. സ്തോത്രം എന്നതൊരു യാഗമാണ്. ഹല്ലേലൂയ. ഏറ്റവും വലിയ യാഗത്തെക്കാളും മഹായാഗമാണ് സ്തോത്രം എന്ന യാഗം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ ദൈവസഭയെ പലപ്പോഴും ആഹ്വാനം ചെയ്തവരോട് പ്രബോധിപ്പിക്കുമ്പോൾ പറയും, നിങ്ങൾ സ്തുതിക്കണം, നിങ്ങൾ പാടണം, നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ. ഇവിടെ ഈ പുൽപ്പിറ്റിൽ ദൈവദാസന്മാർ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുമ്പോൾ കൂടുതൽ ആവർത്തിച്ച് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാനായിരിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാനും നിങ്ങളോട് പറയുന്നു, അതെ, യഹോവയെ സ്തുതിക്കേണ്ടത് ആവശ്യമാണ്. എന്തുകൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത്? ഇന്ന് രാത്രി ഈ ചെയറിൽ ഇങ്ങനെ വന്നിരിക്കാൻ നിങ്ങളെക്കാളും ആഗ്രഹിച്ച എത്രയോ പ്രിയപ്പെട്ടവർ ലോകത്തിലുണ്ടായിരുന്നു. അവരൊന്നും ഇന്ന് രാത്രി ഇല്ലെന്നേ, അവരൊക്കെ മരിച്ചുപോയെന്ന്. ഹല്ലേലൂയ. പലരും ആക്സിഡൻ്റായി, പലരും ICUയിൽ ഒക്കെ കടക്കുക. ഈ ട്രിവാൻഡ്രത്തെ മെഡിക്കൽ കോളേജിൽ ഒന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ ഉച്ചവരെ നന്നായിട്ട് നടന്നവർ ആക്സിഡൻറ്റിൽ ഇപ്പോൾ അത്യാഗത വിഭാഗത്തിൽ കിടക്കുന്നത് അറിയുവാൻ കഴിയും. ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവദാസൻ ആഹ്വാനം ചെയ്തപ്പോൾ പറഞ്ഞു, സ്വതമേതോ ഒരു വ്യക്തി ഹോസ്പിറ്റലിലായിരിക്കും, നിങ്ങളത് പ്രാർത്ഥിച്ചതല്ലേ? അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ നിറഞ്ഞ ഈ ലോകത്ത് സ്തുതിക്കുവാൻ അവസരം തരുമ്പോൾ നമ്മൾ സ്തുതിക്കാതിരുന്നിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. സ്തുതിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വമാണ്. ഹല്ലേലൂയ. നമ്മുടെ സ്തുതി കേൾക്കുന്നത് ദൈവമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സ്തുതിയുടെ ശബ്ദം, അതിൻ്റെ ആഴം നമ്മുടെ ഹൃദയത്തിൽ നിന്നാണോ അതോ അതിരത്തിൽ നിന്നാണോ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള ആഴങ്ങളെ തിരിച്ചറിയുന്നത് ദൈവമാണ്. ഹല്ലേലൂയ. അവൻ ഹൃദയങ്ങളെ പരിശോധിക്കുന്നവനാണ്. ഹല്ലേലൂയ. മനുഷ്യന് പുറമേ നോക്കുവാൻ അറിയാം, മുഖം നോക്കി ലക്ഷണം പറയുവാൻ മനുഷ്യനറിയാം. പക്ഷേ ഹൃദയത്തിൻ്റെ ചിന്തകൾ ആരായുവാൻ മനുഷ്യന് കഴിയത്തില്ല. പക്ഷേ ഹൃദയത്തിൻ്റെ ചിന്തകളെ ആരായുകയും ദൂരത്തിരിക്കുമ്പോൾ തന്നെ, ഹല്ലേലൂയ, നമ്മുടെ ഹൃദയത്തിൻ്റെ ചിന്തകളെ അറിയുന്ന ഒരുവനേ ഉള്ളൂ. അത് നമ്മുടെ ഹൃദയത്തെ ഉൾഭൂവുകളെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവമത്രേ. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട്? ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞു, തിരുസന്നിധിയിട്ട് ഞാൻ എവിടെ പോകാൻ? ഞാൻ എവിടെയെങ്കിലും പോയി ഒളിക്കാൻ നോക്കിയും നിന്റെ കണ്ണെന്നെ അവിടെ കാണും. ഹല്ലേലൂയ. പാതാളത്തിൽ പോയാൽ അവിടെ കാണും, സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ പോയാൽ യഹോവയെ നിന്റെ കണ്ണ് എന്നെ കാണും. എൻ്റെ ഹൃദയത്തെ നന്നായി ശോധന ചെയ്യുന്നവൻ, എൻ്റെ നടപ്പും നിപ്പും ഒക്കെ അറിയുന്ന കർത്താവേ, നീ അറിയാതെ എൻ്റെ നാവിൽ ഒരു വാക്കും ഇല്ല. ഹല്ലേലൂയ. ദാവീദ് ഹൃദയത്തിൽ ചിന്തിക്കുന്നത് ദൈവം അത് സ്വർഗത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഹൃദയത്തിൻ്റെ ചിന്തകളെ, ഭാവങ്ങളെ തിരിച്ചറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇന്ന് രാത്രി ആയിരിക്കുമ്പോൾ ഹൃദയത്തെ നന്നായി കഴുകുവാനും ഹൃദയത്തെ നന്നായി ശുദ്ധീകരിപ്പാനും ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷമാണ് ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത് ഭക്ഷണം പടഞ്ഞിരിക്കുന്ന ഒരു അനുഭവമല്ല. പിന്നെയോ ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ, നമ്മുടെ ജീവിതത്തിലെ ലംഘനങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ അകൃത്യങ്ങൾ എന്താ ആണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, അപ്പാ വീണുപോയി, പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ, സ്വർഗത്തോടും നിന്നോട് ഞാൻ പാപം ചെയ്തു, നിന്റെ മകൻ എന്ന് വിളിപ്പാൻ, മകളെന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല, എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞ് വിശുദ്ധീകരണത്തിനും നീതീകരണത്തിനുമായി സമർപ്പിക്കേണ്ടതാണ് ഉപവാസ പ്രാർത്ഥന. ഉപവാസ പ്രാർത്ഥന മാത്രമല്ല, ഇവിടെ നടക്കുന്ന ഓരോ പ്രാർത്ഥനകളും ആ നിലകൾ മാറേണ്ടതാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? റോമർക്ക് ലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്ന, സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ജീവിതങ്ങളെ എങ്ങനെ വിശുദ്ധയാഗമായി, ജീവനും ഹല്ലേലൂയ വിശുദ്ധിയുള്ള യാഗമായി ദൈവത്തിന് സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും ദൈവഹിതവും ഒക്കെ തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കണം, രൂപാന്തരപ്പെടണം. ഹല്ലേലൂയ. നാം രൂപാന്തരപ്പെട്ടെങ്കിലേ ഒടുവിൽ നമുക്ക് രൂപാന്തരപ്പെട്ട് അങ്ങ് പോകാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ ജീവിക്കുമ്പോൾ രൂപാന്തരപ്പെട്ടില്ലെങ്കിൽ രൂപാന്തര സമയം ഉണ്ടാകും. അത് കർത്താവിൻ്റെ ദാസൻ ഇങ്ങനെയാണ് അതിന് എഴുതിയത്. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോട് ദൈവത്തിൻ്റെ കാഹളത്തോടു കൂടെ വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവർക്ക് ഒരു രൂപാന്തരം ഉണ്ടാകും. ആ രൂപാന്തരം ഉണ്ടാക്കണമെങ്കിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. മനസ്സിന് പുതുക്കവും രൂപാന്തരം ഉണ്ടായെങ്കിൽ മാത്രമേ അങ്ങ് കർത്താവിൻ്റെ കാഹള ധ്വനിയിൽ നമുക്ക് പോകാൻ പറ്റത്തേയുള്ളൂ. ഹല്ലേലൂയ. ദശാംശം കൃത്യമായി കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ
സാധ്യത കുറവാണ്. എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്നു എന്ന് ആൾക്കാരെ കാണിപ്പാൻ, പാസ്റ്ററെ കാണിപ്പാൻ, അടുത്തിരിക്കുന്ന വിശ്വാസികളെ കാണിപ്പാൻ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതൊന്നും കൊണ്ട് സ്വർഗരാജ്യത്ത് പോകാൻ പറ്റുമെന്നൊന്നും ചിന്തിക്കണ്ട. മനസ്സ് പുതുക്കുക, രൂപാന്തരപ്പെടുക, ഇങ്ങനെയുള്ള വചന ശുശ്രൂഷകൾ സ്തോത്രം ദൈവദാസന്മാർ പുൽപ്പുറ്റിൽ എഴുന്നേറ്റ് നിങ്ങൾക്കായി ശുശ്രൂഷിക്കുമ്പോൾ അവർ തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ട് ശുശ്രൂഷിക്കുന്നു എന്നറിഞ്ഞവർ വാള് വഹിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ശുദ്ധീകരണം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ഇരിപ്പും ഭാവവും ഒക്കെ നോക്കിയപ്പോൾ ഇനി അങ്ങോട്ട് ശുദ്ധീകരണത്തിൻ്റെ വചനം പറയണോ അനുഗ്രഹത്തിൻ്റെ വചനം പറയണോ ഞാൻ ആകെ കൺഫ്യൂഷനാണ്. പക്ഷേ ഇന്ന് രാത്രി എനിക്കൊന്നറിയാം, ദൈവം എന്നെ ഏൽപ്പിച്ച് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാര്യം കണക്ക് അങ്ങ് ബോധിപ്പിക്കേണ്ടി വരും. ഹല്ലേലൂയ. പാട്ടുകാരൻ പറഞ്ഞു, കണക്കെഴുത്തിൻ പ്രമാണി വിളിച്ചു ചോദിക്കും നേരം ശരിക്കുരുത്തരം നൽകുവാൻ നിനക്ക് കഴിയുമോ? ഹല്ലേലൂയ. ഞാനിവിടെ ദൈവം പറഞ്ഞ ദൂതിനെ മറച്ചു വെച്ച അനുഗ്രഹവും കുറച്ച് ഹല്ലേലൂയ കുറച്ച് പ്രവചനമൊക്കെ പറഞ്ഞ് എനിക്ക് പോകാൻ കഴിയും. പക്ഷെ അങ്ങനെ പറഞ്ഞു പോയി കണക്കെഴുത്തിൻ പ്രമാണി വിളിച്ചു ചോദിക്കും, ഞാൻ നിന്നെ ഏൽപ്പിച്ച ദൂത് നീ പറഞ്ഞു. 2026 ജനുവരി മാസം 12-ാം തീയതി രാത്രി ഞാൻ നിനക്ക് അവസരം തന്നു. PMGയുടെ പുൽപ്പിറ്റിൽ നീ എന്താ പ്രസംഗിച്ചത്, ഞാൻ എന്താ നിനക്ക് തന്നത്? അന്ന് കണക്ക് പറയേണ്ടി വരും. അന്ന് കണക്ക് പറയാതിരിക്കേണ്ടതിന് വേണ്ടി ഇന്ന് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങളോട് പ്രബോധിപ്പിക്കട്ടെ. യെസ്, മാനസാന്തരപ്പെടുക, നാം വിശുദ്ധീകരണം പ്രാപിക്കുക, ശുദ്ധീകരണം പ്രാപിക്കുക, നീതീകരണം പ്രാപിക്കുക, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളും അങ്ങനെ നശിച്ചു പോകും. ഇതാ വൃക്ഷത്തിന്റെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു സർപ്പസന്തതികളെ എന്ന് യോഹന്നാൻ വിളിച്ചെങ്കിൽ ഇന്ന് രാത്രി നമ്മെ ദൈവമക്കളാക്കി മാറ്റിയിരിക്കുന്ന ദൈവത്തിന് മുമ്പാകെ വിശുദ്ധര്, നിഷ്കളങ്കര്, നീതിമാനുമാകേണ്ടതിന് ക്രൂശിൽ അവസാനത്തെ തുള്ളി രക്തവും നമുക്ക് വേണ്ടി ജീവനായി തന്ന കർത്താവിന്റെ അകൃപയെ ഓർത്തെന്ന് മാനസാന്തരപ്പെട്ട് രൂപാന്തരപ്പെട്ട് ജീവിപ്പാൻ ഈ രാത്രിയത്തോടെ തയ്യാറാകുന്ന കൈകളെ അടിച്ച് വായികൾ തുറന്ന ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. വചനഭാഗത്തിലേക്ക് പെട്ടെന്ന് കയറട്ടെ. യഹോവയെ സ്തുതിപ്പിൻ. സ്തുതിക്കുന്നത് നേരിലുള്ള കുചിതമാണ്. ദൈവത്തെ സ്തുതിക്കണം. ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവം നമ്മുടെ ശബ്ദത്തെ തിരിച്ചറിയും. ദൈവം നമ്മുടെ ശബ്ദത്തെ എന്ത് ചെയ്യും? തിരിച്ചറിയും. നിങ്ങൾക്കറിയാമോ ഇത് എവിടെ പോകുമെന്നറിയാമോ? എവിടെ പോവുക? ഈ ഭൂമിയൊക്കെ കഴിഞ്ഞു, ആകാശമണ്ഡലങ്ങളും കഴിഞ്ഞു, വാനഗോളങ്ങളൊക്കെ കഴിഞ്ഞ് ഈ ശബ്ദം ദൈവത്തിൻ്റെ കാതുകളിലേക്ക് എത്തുകയാണ്. ഹല്ലേലൂയ. സിംഹാസനായിരിക്കുന്ന കർത്താവിൻ്റെ കാതുകളിൽ ആ ശബ്ദമേൽക്കുമ്പോൾ ദൈവം അതിൻ്റെ ആഹാരത്തെ എത്തിച്ചു കൊടുക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ ലോകത്തിൽ എത്രയോ പേർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, എത്രയോ പേർ തങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയുന്നു. അപ്പോൾ ഇത്രയും ശബ്ദത്തിൻ്റെ ഇടയിൽ ഒരു കരയുന്ന കാക്കക്കുഞ്ഞിൻ്റെ ശബ്ദത്തെ കൃത്യമായി തിരിച്ചറിഞ്ഞ് അത് എവിടെ നിന്നാണ് കരയുന്നത്, അതിനെപ്പോഴും ആഹാരം എത്തിക്കേണ്ടത്, ഏതളവിൽ ആഹാരം എത്തിക്കേണ്ടതെന്ന് തിരിച്ചറിയുന്നതിന് ആഹാരത്തെ കൊടുത്തെങ്കിൽ ദൈവത്തിൻ്റെ വചനം അല്പവിശ്വാസികളെ നിങ്ങൾക്ക് എത്രയധികം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം കൂടെ വേഗത്തിൽ പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അവൻ വാക്കുകൊണ്ട് പറഞ്ഞ് സൃഷ്ടിച്ചതാണ്, വാക്കുകളെ കൊണ്ട് സൃഷ്ടിച്ചതാണ് പറവകളെ എന്ന് പറയുന്നത് നമുക്കറിയാം. പക്ഷെ മനുഷ്യനെ വാക്കുകൊണ്ടല്ല സൃഷ്ടിച്ചത്. പിന്നെയോ സ്വർഗം വിട്ട് താഴേക്ക് ഇറങ്ങുക, നിലത്തിലെ പൂടിയെടുത്തുകൊണ്ട് മനുഷ്യരൂപം ഉണ്ടാക്കിയിട്ട് മനുഷ്യന് ചലനമില്ലായിരുന്നു. അവനെ നോക്കിയിട്ട് ചലനമില്ലാത്ത മനുഷ്യൻ ദൈവം പറഞ്ഞു കാണാമെങ്കിൽ ഹല്ലേലൂയ, ചലനമില്ലാത്ത മനുഷ്യനെ നോക്കിയിട്ട് ദൈവം തൻ്റെ മൂക്കിലെ ശ്വാസം അവൻ്റെ മേൽ ഊതിക്കൊടുത്തു. അവൻ പെട്ടെന്ന് ജീവനുള്ള ദേഹിയായി എഴുന്നേറ്റ് വന്നു. അപ്പോൾ എല്ലാവരെയും വാക്കുകൊണ്ട് മെനഞ്ഞു, വാക്കുകൊണ്ട് വിളിച്ചു വരുത്തിയ ദൈവം ഹല്ലേലൂയ മനുഷ്യനെ ഉണ്ടാക്കിയത് വാക്കുകൊണ്ടല്ല, സ്വന്തം കൈകൾ കൊണ്ടാണ്. കർത്താവിൻ്റെ വചനം പറയുന്നു, നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യത്തിൽ ഒരു മനുഷ്യനെ ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കിയ മനുഷ്യനെ ഹല്ലേലൂയ അവൻ്റെ സ്തുതിയും ശബ്ദവും ദൈവത്തിന് തിരിച്ചറിയാതിരിക്കാൻ എങ്ങനെ കഴിയും? കരയുന്ന കാക്കക്കുഞ്ഞിൻ്റെ ശബ്ദം തിരിച്ചറിയുന്നവൻ നിന്റെ ഞരക്കം എങ്ങനെ തിരിച്ചറിയാതിരിക്കും? ഇന്ന് രാത്രി ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭത്തിൽ പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. കരയുന്നവരെ, വിലപിക്കുന്നവരെ, ഹൃദയത്തിൽ ഞരങ്ങുന്നവർ, എൻ്റെ കാര്യം എന്താകും, എൻ്റെ മക്കളുടെ കാര്യം എന്താകും,
ഞാൻ പഠിച്ചിട്ട് എനിക്ക് നല്ലൊരു ഭാവി ഉണ്ടാകുമോ, നല്ല ജോലി ഉണ്ടാകുമോ എന്നൊക്കെ ഭാരപ്പെടുന്നെങ്കിൽ ഇന്ന് രാത്രി നീ ഭാരപ്പെടണം. നിന്റെ ഭാരം ദൈവത്തിൻ്റെ മേൽ വെച്ചുകൊള്ളുക. ദൈവം അതിനെ പുലർത്തുവാൻ, നിന്നെ പുലർത്തുവാൻ, നിന്റെ വിഷയത്തിനകത്ത് പരിഹാരം തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുക. നീ വിശ്വസിക്കുന്ന നിന്റെ ഉടയവൻ, നിന്റെ സൃഷ്ടിതാവാം ദൈവത്തിന് നീ ഭാരപ്പെടുന്ന വിഷയത്തിനകത്ത് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? നിന്റെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങൾ അറിയുന്ന ദൈവം. അടുത്തിരിക്കുന്ന വിശ്വാസികൾക്ക് നിന്റെ ഹൃദയത്തെ അറിയത്തില്ല. പാസ്റ്റർ ഒരു പക്ഷെ തിരിച്ചറിയത്തില്ല. അങ്ങനെ തിരിച്ചറിയാമെങ്കിൽ ഹന്നയുടെ പ്രാർത്ഥന എന്തുകൊണ്ട് ഏലി തിരിച്ചറിഞ്ഞില്ല? ഹന്നയുടെ പ്രാർത്ഥന ഏലി തിരിച്ചറിയാത്തതിന്റെ കാര്യം അങ്ങനെ ആർക്ക് പെട്ടെന്നൊരു മനുഷ്യന്റെ പ്രാർത്ഥനയുടെ ശബ്ദം തിരിച്ചറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, വീഞ്ഞു കുടിച്ചിരിക്കുകയാണ്, നീ മത്തയായിരിക്കുന്നു, വീഞ്ഞു കുടിച്ച് ഇരിക്കുന്ന നീ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ അവള് പറഞ്ഞു, ഞാൻ വീഞ്ഞൊന്നും കുടിച്ചിട്ടില്ല, മദ്യമൊന്നും കുടിച്ചിട്ടില്ല. പിന്നെയോ എൻ്റെ ഹൃദയം ദൈവത്തിന്റെ സന്നിധിയിൽ പകരുക. എന്ന് രാത്രി എത്ര പേർക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ഹൃദയങ്ങളെ പകരുവാൻ ആഗ്രഹമുണ്ട്? ഈ രാത്രി ഉപവാസ പ്രാർത്ഥനയിൽ BMG ബാളയ ദൈവസഭയിലിരിക്കുന്ന ദൈവമക്കൾക്ക് എത്ര പേർക്ക് ഈ രാത്രി ഹൃദയങ്ങളെ പകരുവാൻ കഴിയും? ഹൃദയങ്ങളെ എത്ര പേർക്ക് ഈ രാത്രി ഹൃദയങ്ങളെ ദൈവസന്നിധി പകരുവാൻ കഴിയും? നീ ഹൃദയത്തെ പകരുക. നീ ഹൃദയത്തെ പകരുമ്പോൾ അവിടെ നിന്നൊരു പകർച്ച ഈ രാത്രി നിന്റെ അകത്ത് വരാൻ പോവുകയാണ്. നിന്നെ അവൻ തൊടാൻ പോവുകയാണ്. നിന്റെ മേൽ അവന്റെ കൃപ വെളിപ്പെടാൻ പോവുകയാണ്. എത്ര പേർ രാത്രി വിശ്വസിക്കുന്നു? കരങ്ങളെ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. സാന്നിധ്യം നിന്റെ ജനത്തെ തൊടട്ടെ. ഞങ്ങളുടെ നിറവ് നിന്റെ ജനത്തെ തൊടട്ടെ. ഞങ്ങളുടെ സാന്നിധ്യം നിന്റെ ജനത്തെ തൊടട്ടെ. അവർ കരയുന്ന, വിലപിക്കുന്ന, വേദനിക്കുന്ന വിഷയത്തിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കരവിന്ന് രാത്രി ചലിച്ചിറങ്ങട്ടെ. ഇതിനകത്ത് കർത്താവേ, വേദനിക്കുന്ന ഒരു ഹൃദയത്തെ അങ്ങ് തൊടാതിരിക്കരുത്. കരയുന്ന ഒരു ഹൃദയത്തെ അങ്ങ് തൊടാതിരിക്കരുത്. കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അവന്റെ ആഹാരത്തെ കൊടുക്കാൻ അങ്ങക്ക് കഴിയുമെങ്കിൽ അങ്ങയുടെ കയ്യിൽ സൃഷ്ടിക്കപ്പെട്ട ഇവിടെ വിഷയത്തിനകത്ത് ഇന്ന് രാത്രി ചില പരിഹാരങ്ങളെ ദൈവം കൽപ്പിക്കണമേ. പരിശുദ്ധന്റെ അകത്തൊരു വെളിപ്പാട് കാണിക്കുന്നു. സ്വർഗത്തുനിന്ന് ഒരു ദൂതനിറങ്ങുന്ന, ഒരു കയ്യിൽ ചങ്ങലയോ മറുകയിൽ വാളുമായി ഒരു ദൂതനിറങ്ങുന്നത് കർത്താവിനെ കാണിക്കുന്നു. അതിനകത്തൊരു ശബ്ദമുണ്ടാകുന്നു, എന്റെ കുഞ്ഞുങ്ങൾക്ക് വിരോധമായതിനെ ബന്ധിച്ചു കളക, എന്റെ കുഞ്ഞുങ്ങൾക്ക് വിരോധമായതിനെ വെട്ടിക്കളക എന്ന് ദൂതനോട് കൽപ്പന ഉണ്ടായി. ഇന്ന് രാത്രി ദൈവത്തിന്റെ ദൂതൻ അതെ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്നു. കൈകളെ അടിച്ച് വായികളെ തുറന്ന് 2 മിനിറ്റുകൾ ദൈവത്തിന് സ്തോത്രം ചെയ്ത് ആത്മാവിന്റെ വലിയ ചലനങ്ങൾ രാത്രി വ്യാപരിക്കുന്നു. നീ വിചാരിക്കും നിനക്കൊന്നും കഴിയത്തില്ല, നീ വിചാരിക്കും നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആരുള്ളൂ. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, നിനക്ക് വേണ്ടി പ്രവർത്തിപ്പം ദൈവം തന്റെ ദൂതനെ അയച്ചിരിക്കുകയാ. പത്രോസേ, നീ കാരാഗ്രഹത്തിനകത്ത് തീരേണ്ടവനല്ലോ. നിന്നെ തീർക്കുവാൻ ഹേരോദ് അവന് കഴിയത്തില്ല. കാര്യം നിന്റെ മേൽ പ്രവചനമുണ്ട്. നീ ഇപ്പോൾ യവനക്കാരനോ, നീ യവനം വിടുമ്പോ വാർദ്ധക്യമാകുമ്പോ നിന്റെ അരം മറ്റൊരുത്തം കേട്ടോ, അതുവരെ നിന്നെ തൊടത്തില്ല. ഒന്ന് കൈകളെ അടിച്ച് അല്പസമയം 1-2 മിനിറ്റുകൾ കൂടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഇന്ന് രാത്രി എനിക്കല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ശുശ്രൂഷിക്കുന്നത്, എനിക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ശുശ്രൂഷിക്കുന്നത്. ഇന്ന് രാത്രി പരിശുദ്ധവനോട് പറയുന്നു, ദൈവം ചില വിഷയങ്ങൾ ഇന്ന് രാത്രി കൈകാര്യം ചെയ്യുകയാണ്. അപ്പോൾ തന്നെ പരിശുദ്ധ സഭയുടെ ബന്ധത്തിൽ പറയുകയാണ്, ഓ വിശ്വാസികളുടെ ജീവിതത്തെ മുരടിപ്പിച്ച് ആത്മീകത്തെ കെടുത്തിക്കളയുന്ന പൈശാചിക ബന്ധനങ്ങൾ, പൈശാചിക പോരുകൾ രാത്രി പരിശുദ്ധ പറയുന്നു, ഞാൻ വിസ്താരദേശത്തിലെ തലവനെ തകർക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? ദൈവസഭയ്ക്ക്, ദൈവമക്കൾക്ക്, ദൈവദാസന്മാർക്ക് വിരോധമായുള്ള സകല വിസ്താരദേശത്തിലെ തലവനെയും ഇന്ന് രാത്രി തകർക്കേണ്ടതിന് അവർക്കും മീതെ രാജാവായവർ ഇന്ന് രാത്രി ഇറങ്ങി വരുന്നു. ഒന്ന് കൈകളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. ദൈവത്തെ സ്തുതിക്കുക.
ദൈവത്തെ സ്തുതിക്കുക. അടുത്ത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദൈവത്തെ സ്തുതിച്ച ഒരു വ്യക്തിയെ പറ്റിയാണ്. ഒരുപാട് സമയങ്ങൾ ആ വ്യക്തിയെപ്പറ്റി വിവരിക്കുവാൻ ഹൃദയത്തിനകത്ത് താല്പര്യമുണ്ട്. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് എന്നോടൊരു സമയം പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തിലുള്ള വേഗത്തിൽ ശുശ്രൂഷകൾ നടത്തുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. നമുക്ക് വായിക്കാം 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 1 മുതൽ ചില വാക്യങ്ങൾ. അവിടെ ഒരു വ്യക്തിയെ നമുക്ക് കാണുവാൻ കഴിയും. പെട്ടെന്ന് വായിച്ചേ. 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. അതിന്റെ ശേഷം മോവാബ്യരും അമ്മോന്യരും അവരോടുകൂടെ മെയൂന്യരിൽ ചിലരും യഹോശാഫാത്തിന്റെ നേരെ യുദ്ധത്തിന് വന്നു. ചിലർ വന്ന് യഹോശാഫാത്തിനോട്, വലിയൊരു ജനസമൂഹം കടലിനക്കരെ നിന്ന് അരാമിൽ നിന്ന് നിന്റെ നേരെ വരുന്നു. ഇത് അവർ ഏതൻ ഗതി എന്ന് ഹസസോന്തമാരിൽ ഉണ്ട് എന്ന് അറിയിച്ചു. മതി. ഇവിടെ ആരാ ദൈവത്തെ സ്തുതിച്ചതെന്നറിയാവോ? ഒരു പാവപ്പെട്ട വ്യക്തിയല്ല, ഒന്നിനും കൊള്ളാത്തൊരു വ്യക്തിയല്ല. ആരവിടെ എന്ന് ചോദിച്ചാൽ അടിയൻ ഇതാ എന്ന് പറയുന്ന പടജനങ്ങളുള്ള യഹൂദയുടെ നല്ല ചങ്കുറപ്പുള്ള മിടുക്കനായ രാജാവ്. അവൻ്റെ പേരെന്തെന്നറിയാമോ? യഹോശഫാത്ത്. ഇവൻ ആസയുടെ മകനാണ്. ഇവൻ ചില്ലറക്കാരനല്ല. ഇവൻ രാജഭരണം ഏറ്റെടുത്തപ്പോൾ ചെയ്ത കാര്യം എന്നറിയോ? ഇവന് മുമ്പേ രാജാക്കന്മാരായിരുന്ന എല്ലാ രാജാക്കന്മാരും യഹോവയ്ക്ക് വിരുദ്ധമായി എന്തൊക്കെ പാപപ്രവൃത്തി ചെയ്തോ, എവിടേക്ക് അശേര പ്രതിഷ്ഠകൾ പണിതോ, എവിടേക്ക് അന്യാരാധനയുടെ ശബ്ദത്തെ ഉയർത്തിയോ, അതിനെല്ലാം അടിച്ച് തകർത്ത് രാജസിംഹാസനം ഉറപ്പിച്ചവനാണ് യഹോശഫാത്ത് രാജാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ യഹോശഫാത്ത് രാജാവ് ദൈവത്തെ സ്തുതിക്കുന്നവനായി മാറിയിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 1 മുതൽ നമ്മൾ വായിച്ചു കേട്ടപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത്, അതിൻ്റെ ശേഷം എന്ന് പറയുമ്പോൾ ഏതോ ഒന്ന് കഴിഞ്ഞു അതിന് ശേഷമാണെന്ന് മലയാളത്തിൽ വായിക്കുന്നവർക്ക് നന്നായിട്ട് ഗ്രഹിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. നമുക്ക് 19-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ വായിക്കണ്ട, 4-ാം വാക്യം മുതലൊക്കെ വായിക്കുമ്പോൾ യഹോശഫാത്ത് യെരൂശലേമിൽ ബർശേബ മുതൽ ഫ്രീമല നാട് വരെ ജനത്തിൻ്റെ ഇടയിൽ വീണ്ടും സഞ്ചരിച്ചവരെ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെങ്കിലേക്ക് തിരിച്ചവൻ ദേശത്ത് പട്ടണം തോറും യഹൂദിലെ ഉറപ്പുള്ള പട്ടണങ്ങളൊക്കെ ഈ ന്യായാധിപന്മാരെ നിയമിച്ചു. നിങ്ങൾ ചെയ്യുന്നത് സൂക്ഷിച്ചുകൊള്ളുവിൻ. നിങ്ങൾ മനുഷ്യർക്കല്ല യഹോവയ്ക്ക് വേണ്ടി അത്രേ ന്യായപാലനം ചെയ്യുന്നത്. ന്യായപാലനത്തിൽ അവൻ നിങ്ങളോടുകൂടി ഇരിക്കുന്നു. ആകയാൽ യഹോവ ഭയം നിങ്ങളിൽ ഇരിക്കട്ടെ. സൂക്ഷിച്ച് പ്രവർത്തിച്ചു. നമ്മുടെ ദൈവമായ യഹോവയുടെ പക്കൽ അന്യായവും മുഖപക്ഷവും കൈക്കൂലിയും വാങ്ങുന്നതും ഇല്ലല്ലോ. ഇങ്ങനെ യെരൂശലേമിലും യഹോശഫാത്തിലേവരിലും പുരോഹിതന്മാരിലും ഇസ്രായേലിലെ പിതൃഭവനത്തലവന്മാരിലും ചിലരെ യഹോവയുടെ ന്യായപാലനത്തിനായിട്ടും വ്യവഹാരം തീർക്കേണ്ടതിന് നിയമിച്ചു. അവർ യെരൂശലേമിൽ മടങ്ങി വന്നു. അവരോട് ചില കൽപ്പനകളൊക്കെ ചെയ്തു, ചില കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ ക്രമം തെറ്റിയിരുന്ന യഹൂദയിൽ ചില കാര്യങ്ങളെ ക്രമപ്പെടുത്തി. ആ ക്രമപ്പെടുത്തിയ അതിൻ്റെ ശേഷമാണ് ഇങ്ങനെയൊരു പ്രതികൂലം യഹോശഫാത്ത് നേരിടുന്നത്. ഹല്ലേലൂയ. ചരിത്രം പഠിക്കുന്നവർക്ക് നന്നായിട്ടറിയാം. എന്നെക്കാളും ചരിത്രബോധമുള്ള, ബൈബിളിൻ്റെ ചരിത്രബോധമുള്ളവരാണ് ഇതിനകത്തിരിക്കുന്നതെന്ന് എനിക്കറിയാമെങ്കിലും നിങ്ങളുടെ ദൈവവചനം പറയുമ്പോൾ കൃത്യമായ നിലകൾ ദൈവവചനം പറയേണ്ടത് ആവശ്യമായതുകൊണ്ട് ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലമൊക്കെ നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് നന്നായിട്ടറിയാം. ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായി ദൈവം അഭിഷേകം ചെയ്തത് ശൗലിനെയായിരുന്നു. ഒരു കാശിനും കൊള്ളാത്തവൻ. ഹല്ലേലൂയ. കഴുതയെ അന്വേഷിച്ച് നടന്നവനെ കഴുതയല്ല രാജ്യത്തിൻ്റെ സിംഹാസന പദവിയിലേക്ക് കൊണ്ടിരുത്തി. പക്ഷെ അവൻ്റെ അകത്ത് ഭയങ്കര നികളഭാവം ഉണ്ടായി. അമ്മയിലേക്ക് നശിപ്പിക്കാൻ പറഞ്ഞപ്പോൾ നശിപ്പിക്കാതെ അവൻ്റെ ഇഷ്ടമായ ചില പ്രവൃത്തികളൊക്കെ ചെയ്തു. പലരും ഇങ്ങനെയാണ്, ദൈവം പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല, എന്നിട്ട് ദൈവത്തിന് വേണ്ടി എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. അധികമൊന്നും ആ ഭാഗത്ത് വിശുദ്ധീകരിക്കുന്നില്ല. ദൈവം പറഞ്ഞ അമാലേക്കിനെ നശിപ്പിക്കണമെന്ന് പറഞ്ഞതിന് അവൻ നശിപ്പിച്ചില്ല. തടിച്ചതുമൊക്കെ സ്വന്തം ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കണമെന്ന് കൊണ്ടുവന്ന് ശമൂവേൽ ചോദിക്കുന്നു, എന്താ ഈ ബഹളം? അപ്പം പറയുമോ, നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കേണ്ടത് ഞാനിതൊക്കെ കൊണ്ടുവന്നിരിക്കുക. എടോ സ്തോത്രം. ദൈവമായ യഹോവ ശമൂവേലിനോട് പറഞ്ഞത് എന്തോ നിനക്കറിയില്ല. എന്താ പറഞ്ഞത്? ഇതൊക്കെ നശിപ്പിച്ച് കളയണമെന്നല്ലേ പറഞ്ഞത്? പിന്നെ എന്തിനാ നീ ദൈവത്തിന് യാഗമാക്കി ഇതിനെ കൊണ്ടുവന്നത്? ദൈവം പറയുന്നതിനും അപ്പുറമായി പ്രവർത്തിക്കുന്നവനാണ് ശൗല്. ഇങ്ങനെയും ചിലരുണ്ട്.
ചെയ്തിട്ടുണ്ട്. ദൈവം പറയുന്ന ദൈവവചനത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചിട്ട് പറയേ, ഞാനിതൊക്കെ ദൈവവചനപ്രകാരം അല്ലേ ചെയ്തത്, അല്ലെങ്കിൽ സ്തോത്രം ഞാനിതൊക്കെ ചെയ്തത് എൻ്റെ പോലെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ, ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ എന്ന് പറയുന്നവർ ഉണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ വചനം നമ്മൾ വിലയിരുത്തി പഠിക്കുമ്പോൾ നമുക്കറിയാം, ദൈവം പറയാത്തത്, ദൈവം ചെയ്യിപ്പിക്കാത്തത് ചെയ്താൽ അത് ദോഷമായിരിക്കും. ഹല്ലേലൂയ. പെട്ടകം ഇങ്ങനെ മറിഞ്ഞു പോയപ്പോൾ ഉസയ്ക്ക് ഭയങ്കര വിഷമുണ്ടായി. എന്നറിയാമോ, പെട്ടകമല്ലേ മറിഞ്ഞു പോകുന്നത്. പെട്ടകം മറിഞ്ഞു പോയി യഹോവയെ ദൈവത്തിൻ്റെ കോപമുണ്ടാകും. പെട്ടകം സംരക്ഷിക്കേണ്ട ചുമതല എനിക്കില്ലേ? ന്യായമായ കാര്യമല്ല അവൻ ചെയ്തത്. ഉസ ചെയ്തത് തെറ്റുണ്ടോ? കാള ഇങ്ങനെ വരണ്ടപ്പോൾ യഹോവയുടെ പെട്ടകം കമിഴ്ന്ന് വീഴാതിരിക്കാൻ വേണ്ടി പെട്ടകത്തെ പിടിച്ചത് തെറ്റുണ്ടോ? തെറ്റുണ്ട്. പെട്ടകം പിടിക്കാൻ യോഗ്യനായും പിടിക്കണം, ലേവൻ പിടിക്കണം, വിശുദ്ധീകരിക്കപ്പെട്ടവൻ പിടിക്കണം. അങ്ങനെ എല്ലാവർക്കും കയറി നിന്ന് ഹല്ലേലൂയ എന്തെങ്കിലും പറഞ്ഞ് പോകുവാനുള്ള വേദിയല്ല ദൈവസഭയുടെ വേദി എന്ന് പറയുന്നത്. പിന്നെയോ വിശുദ്ധിയും നീതീകരണവും നല്ല സാക്ഷ്യവും പ്രാപിച്ച വ്യക്തികൾക്ക് മാത്രമേ ഇത് സംസാരിക്കുവാൻ അവകാശമുള്ളൂ. ഹല്ലേലൂയ. അല്ലാത്തവർ തൊട്ടാൽ തൊട്ട കൈ പൊള്ളും. ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, ഉസ ഒരു പ്രാവശ്യമേ തൊട്ടുള്ളൂ, പിന്നെ തൊടാൻ പറ്റിയില്ല. കാര്യം എന്തെന്നറിയാമോ? ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവർ ആ കാര്യങ്ങൾ ചെയ്യണം. ഹല്ലേലൂയ. സ്തോത്രം. ഒരിക്കൽ ഇങ്ങനെ മോശയോടും ആരോനോടും ഒക്കെ ചോദ്യമുണ്ടായി, നിങ്ങൾക്ക് മാത്രമാണോ ഈ കൃപ? നിങ്ങൾ മാത്രമാണോ ഇങ്ങനെ ചെയ്യേണ്ടത്? ഞങ്ങൾക്കും ചെയ്യണമെന്ന് കോരഹും കുറേ കഹാത്തിലും കുറേ ഒത്തിരി പേരൊക്കെ കൂട്ടിയിട്ട് വലിയ ഒരു സംഘത്തെ കൊണ്ടുവന്നിട്ട് ചോദ്യമുണ്ടായി. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു, മോശെ അഹരോനെ അവരോട് മത്സരിക്കണ്ട, അവർ മത്സരഗൃഹിയല്ലേ, അവർ മത്സരിച്ചോട്ടെ, നിങ്ങൾ സ്തോത്രം പറ, നിങ്ങൾ എനിക്ക് മഹത്വം കരയറ്റെ. ഹല്ലേലൂയ. എന്താ സംഭവിച്ചത്? ഭൂമി വായി പിളർന്ന് വിഴുങ്ങിക്കളഞ്ഞില്ലേ? ഹല്ലേലൂയ. നമ്മുടെ ദൈവം സ്നേഹമുള്ള ദൈവമല്ലേ? സ്നേഹമുള്ള ദൈവമാണ്. അപ്പോൾ തന്നെ ദൈവത്തിന് മറ്റൊരു ഫേസ് ഉണ്ട്, അത് ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അത് ദഹിപ്പിച്ച് കളയുന്ന അഗ്നിയാണ്. അവൻ പാപിയെ സ്നേഹിക്കുന്നവനാണ്, പക്ഷെ പാപത്തിനോട് വെറുപ്പുള്ളവനാണ്. പാപത്തോടൊരു കോംപ്രമൈസും ഇല്ല ദൈവത്തിന്. അങ്ങനെയെങ്കിൽ ദൈവമക്കൾക്കും അത് വേണ്ട. ദൈവം പറയുന്നത് ചെയ്യുക. അപ്പോൾ ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതെ വണ്ണ് തൻ്റെ ഇഷ്ടപ്രകാരം രാജഭരണം നടത്തിയവൻ 40 വർഷം ഭരിച്ചെന്ന്. എത്ര വർഷം ഭരിച്ചു? 40 വർഷം. 2 വർഷം മാത്രമേ ദൈവാത്മാവ് ഭരിച്ചുള്ളൂ. പിന്നെ യഹോവ അയച്ച ദുരാത്മാവിൽ അവൻ 38 സംവത്സരം അടിപൊളിയായിട്ട്, പിള്ളേരുടെ ഭാഷ പറഞ്ഞ അടിപൊളിയായിട്ട് അവൻ എന്ത് ചെയ്യുക? യെരൂശലേമിലെ 12 ഗോത്രങ്ങളും ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ സ്തോത്രം ദൈവത്തിന് സഹിടുകയാണ്. ഒടുവിലല്ല, 2-ാം വർഷം തന്നെ ദൈവം പറയുകയാണ് ശമൂവേൽ വഴി, ദാവീദിനെ അഭിഷേകം ചെയ്ത് കൊണ്ടുവരികയാണ്. അങ്ങനെ 2-ാമത്തെ രാജാവ് ഇതാ യെരൂശലേമിലുള്ളവ ഇസ്രായേൽ ഉടലെടുക്കുകയാണ്. ദാവീദിന് അനന്തരമായി പിന്നെ ആരുണ്ടാകുകയാണ്? അടുത്ത രാജാവാരാ? ആരാ? ശലോമോൻ രാജാവ്. ശലോമോൻ രാജാവ്. ശലോമോൻ രാജാവ് എന്താ ചെയ്തത്? ദൈവം എന്തൊക്കെ കൽപ്പിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങൾക്കെല്ലാം വിഭിന്നമായ കാര്യങ്ങളൊക്കെ ചെയ്തു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്താണോ ദൈവം പറഞ്ഞത് അതൊന്നും ചെയ്യാതെ തനിക്കിഷ്ടമായ കാര്യങ്ങളെ ചെയ്തുകൊണ്ട്, ദൈവത്തിന് ഇഷ്ടമായ കാര്യങ്ങളെ ചെയ്തുകൊണ്ട് ബാലിനൊക്കെ വിഗ്രഹമുണ്ടാക്കി വല്ലാത്ത നിലയിലാക്കി കളഞ്ഞു. ശൗൽ ഭരിച്ചു തുടങ്ങി. ദാവീദ് കൃത്യമായി കൊണ്ടുപോയി, എൻ്റെ അപ്പന് ജ്ഞാനമുണ്ട്, എനിക്ക് ജ്ഞാനമില്ല എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ജ്ഞാനം കിട്ടിയവനാ. ആ ജ്ഞാനം കൊണ്ട് ആലയം പണി ദൈവത്തെ സ്തുതിച്ചവനെ. ഇപ്പോൾ അവൻ്റെ ഗതി എന്തായി തീർന്നു? ദൈവം പറഞ്ഞു, ഇല്ല, എനിക്കിത് സഹിക്കാൻ പറ്റത്തില്ല, ഞാനിതിനെ 2ആയിട്ട് കീറാൻ പോവുകയാണ്. ഹല്ലേലൂയ. വയലിൽ വെച്ചൊരു പ്രവാചകന് ദൂത് ലഭിച്ചു. അങ്ങനെ ദൂത് ലഭിച്ചപ്പോൾ ശലോമോൻ്റെ ദാസനായ യെരോബെയാമിനെ കണ്ടെത്തുകയാണ്. അഹിയാ പ്രവാചകൻ തൻ്റെ വസ്ത്രത്തെ കീറി മുറിച്ചുകൊണ്ട് 12 കണ്ണമെടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഈ 12 ഗോത്രങ്ങളെ ഞാൻ നിനക്ക് നൽകി തരാം. അങ്ങനെ 10 ഗോത്രങ്ങളുമായി ഇസ്രായേൽ ഒരു ഭാഗത്തേക്ക് മാറുകയാണ്. 2 ഗോത്രങ്ങളുമായി യഹൂദ മറ്റൊരു ഭാഗത്തേക്ക് മാറുകയാണ്. യഹൂദയുടെ ആദ്യത്തെ രാജാവായി ശലോമോന്റെ മകനായ രഹബയാം അവിടെ ആരാധന കഴിച്ചു വരുമ്പോൾ, ദൈവത്തെ സ്തുതിച്ചു വരുമ്പോൾ, മറുഭാഗത്ത് യെരോബെയാം 10 ഗോത്രങ്ങളുടെ തലവനായി രാജാവായി ഇസ്രായേൽ എന്ന രാജ്യം ഭരിക്കുകയാണ്. ഹല്ലേലൂയ. അവനെ യഹൂദയുടെ തലസ്ഥാനമായി യെരൂശലേം കടക്കുമ്പോൾ ഇസ്രായേലിന്റെ തലസ്ഥാനമായി യെരൂശലേമായിട്ട് ഇങ്ങനെ ഭരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ, ഹല്ലേലൂയ, അവിടെ ഇസ്രായേൽ പിന്നീടുണ്ടായത് ഭയങ്കര ആത്മീയ
ദൈവികമായ ഇടിച്ചിലാണ് ഉണ്ടായത്. വചനം പഠിക്കുന്നവർക്ക് നന്നായിട്ടറിയാം. ഹല്ലേലൂയ. ഒരിക്കലും ദൈവവചനത്തോടും ദൈവത്തോടും ചേർന്ന് പോകാത്തുള്ള അനുഭവങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ യെരോബയാം തുടങ്ങി അങ്ങോട്ട് അവൻ ദാനിലും ബഥേലിലും കാളക്കുട്ടിയെ പ്രതിഷ്ഠിച്ചു കളഞ്ഞു. ആരെങ്കിലും ശലോമോന്റെ മകന്റെ അടുത്ത് പോയിട്ട് ഹല്ലേലൂയ അവരെല്ലാം കൂട്ടം കൂടി എൻ്റെ രാജസ്ഥാനം പോയി പോകുമോ എന്ന് ചിന്തിച്ച് നിങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചുകൊണ്ടുവന്ന ദൈവം ഇതാണെന്ന് പണ്ട് അഹരോൻ പറഞ്ഞതുപോലെ കാളക്കുട്ട ഉണ്ടാക്കിയതുപോലെ ഇവൻ കാളക്കുട്ട ഉണ്ടാക്കുന്നതിന് ദാനിലും ഒന്നിനെ ബഥേലിലും പ്രതിഷ്ഠിച്ചു. പക്ഷേ ദൈവപുരുഷൻ കടന്നു വന്നിട്ട് ഇങ്ങനെ പ്രവചിച്ചു, ഇതൊന്നും അവൻ സ്വതം മുന്നോട്ട് പോകത്തില്ല, ഇതെല്ലാം തകരും. ഹല്ലേലൂയ. അങ്ങനെ ഇസ്രായേൽ 12 ഗോത്രമായി തകർച്ചയിലേക്ക് അവർ മുന്നോട്ട് പോകുമ്പോൾ മറുഭാഗത്തെ യഹൂദ തട്ടിമുട്ടിയൊക്കെ മുന്നോട്ട് പോവുകയാണ്. ഒരുവിധം തട്ടിമുട്ടി മുന്നോട്ട് പോവുകയാണ്. എങ്കിലും അതിനകത്തും ചില പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണ്. നന്നായി ഭരിക്കാത്തവർ അതിനകത്തുണ്ടാകുകയാണ്. അങ്ങനെ ആസയുടെ ഊഴം കഴിഞ്ഞ ആസയുടെ മകനായ യഹോശഫാത്തിലേക്ക് ഇപ്പൊ ഭരണം എത്തിയിരിക്കുകയാണ്. യഹോശഫാത്ത് ദൈവത്തോടുള്ള ബന്ധത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ താൻ ഇരിക്കുമ്പോൾ നമ്മൾ വായിച്ച 20-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ തുടങ്ങുകയാണ്. ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തിരിക്കുമ്പോൾ മോവാബിനും അമ്മോന്യരും അവരോടുകൂടെ മെയ്യൂന്യരും ചിലരും യഹോശഫാത്തിന്റെ നേരെ യുദ്ധത്തിന് വരികയാണ്. ചിലർ വന്ന് യഹോശഫാത്തിനോട് പറയുന്നു, വലിയൊരു ജനസമൂഹം കടലിനക്കൽ നിന്ന് രാമിൽ നിന്ന് നിന്റെ നേരെ വരുന്നു. ഇതാവർ എൻഗതി എന്ന് ഹസസോൻ താമാരിൽ ഉണ്ട് എന്നറിയിച്ചു. യഹോശഫാത്ത് ഭയപ്പെട്ടു. ഭയമുണ്ടായി. രാജാവിന് ഭയമുണ്ടായെന്ന്. എന്തിനാ ഭയമുണ്ടായത്? 3 കൂട്ടം കയറി വരിക. നമുക്ക് വചനത്തിന്റെ ഭാഷയിൽ ഇതിനെ വ്യാഖ്യാനിച്ചാൽ നമുക്കറിയാം, 1,000-യും 10,000-യും എന്ത് ചെയ്യും? ഓടിക്കുമെന്ന്. 1,000-എങ്കിൽ 2,000 അല്ലേ ഓടിക്കണം. പക്ഷെ ബൈബിളിൻ്റെ ഭാഷ അങ്ങനെയല്ല. ഐക്യമത്യം ഒരു ഭയങ്കര ബലമാണ്. ഹല്ലേലൂയ. അതല്ലേ സ്വന്തം കുടുംബജീവിതത്തിൻ്റെ നല്ല ഭദ്രതകളെ തകർക്കാൻ വേണ്ടിയിട്ട് ഭാര്യ പറയുന്നത് ഭർത്താവിന് ഇഷ്ടപ്പെടുന്നില്ല, ഭർത്താവ് പറയുന്നത് ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഭർത്താവും ഭാര്യയും ഇങ്ങനെ അകൽച്ചിരിക്കുകയാണ്. ഒരു വീട്ടിൽ 2 റൂമിൽ കഴിയുകയാണ്. മക്കളുമായി ചേർച്ചയില്ലാത്ത അനുഭവങ്ങൾ വരുമ്പോൾ വിടവുണ്ടാകുന്നു. ഐക്യം നഷ്ടപ്പെട്ടു പോകുമ്പോൾ സാത്താൻ വലിയൊരു സിംഹാസനം ഇട്ടുകൊണ്ട് ഐക്യതയില്ലാത്ത വീട്ടിനകത്ത് ഭരണങ്ങൾ നടത്തുകയാണ്. അങ്ങനത്തെ ജീവിത സാഹചര്യങ്ങൾ പല കുടുംബങ്ങള് തകരപ്പെടുകയാണ്, പല കുടുംബങ്ങള് തകർക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിക്കാലം ദൈവമക്കളെ ഒരു കാര്യം തിരിച്ചറിയുക, ഐക്യം എന്ന് പറയുന്നത് ഭയങ്കര ഒരു കാര്യമാണ്. ദൈവത്തിന് ഇഷ്ടമെന്ന് പറയുന്നത് ഐക്യമാണ്. ഐക്യത്തോടെ നിൽക്കുക. ഈ PMG പാളയം ദൈവസഭയിൽ ദൈവമക്കളെ, നിങ്ങൾ ഇവിടെ നിയോഗിക്കപ്പെട്ട കർത്തദാസന്മാരുമായി ഐക്യത്തോടെ നിന്നാൽ നിങ്ങൾ ഒരുമിച്ച് ഈ മഹാപട്ടണത്തിൽ ചിലരെ കൂടി ഇനിയും പിടിച്ചെടുക്കുമെന്ന്, ഇനിയും ചിലരെ കൂടെ പിടിച്ചെടുക്കുക. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇനിയും ചിലരെ പിടിച്ചെടുക്കേണ്ടതിന് ഈ ദൈവദാസന്മാർക്ക് കൃപ കൊടുത്തിട്ടുണ്ടെന്ന്, അഭിഷേകം കൊടുത്തിട്ടുണ്ടെന്ന്, ആമേൻ, ദൈവത്തിന്റെ വെളിപ്പാട് പ്രവചന ശബ്ദമൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിറവേറണമെങ്കിൽ നിങ്ങൾ ഐക്യമായി നിൽക്കണം. പാട്ടുകാരൻ പറഞ്ഞ ഐക്യമായി നിന്നു നാം വേല ചെയ്യിൽ ഇടിച്ചിടാം കോട്ട. ഹല്ലേലൂയ. ഐക്യത ആവശ്യമാണ്. അപ്പോൾ 1,000-യും 10,000-യും ഓടിക്കുമെങ്കിൽ 3 ചെന്നാൽ എന്താ സംഭവിക്കുന്നത്? 3 എന്ന് പറയുന്നത് ഈ തൃത്വത്തിലുള്ളതല്ലേ. പിതാ പുത്ര പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവ മനുഷ്യനെ ദേഹം ദേഹി ആത്മാവിൽ സൃഷ്ടിച്ചല്ലോ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പം 3 ചേർന്നാൽ എന്താണ്? ഹല്ലേലൂയ. വിശുദ്ധ വിവാഹ ശുശ്രൂഷയിൽ ഹല്ലേലൂയ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തും. 30 ചിലർ എന്ത് ചെയ്യത്തില്ല? അറ്റുപോകത്തില്ല. അപ്പം അറ്റുപോകത്തില്ല. അപ്പോൾ 3 ശക്തികൾ വന്നാൽ അതിൻ്റെ അർത്ഥം ജയിക്കുമെന്ന ബൈബിളിൻ്റെ ഭാഷ. പക്ഷേ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനം പറയുന്നു, 3 ശക്തികളെ കണ്ട് യഹോശഫാത്ത് ഭയപ്പെട്ടിട്ട് അവൻ ദൈവത്തെ അന്വേഷിപ്പാൻ താല്പര്യപ്പെടുകയാണ്. സാധാരണ രാജാക്കന്മാരുടെ ചരിത്രം പഠിക്കുന്നവർക്കറിയാം, ഒരു രാജാവിന് നേരെ യുദ്ധം ഉണ്ടായാൽ അവൻ അടുത്തുള്ള അയൽ രാജ്യത്തെ പോയി അന്വേഷിപ്പാൻ അവൻ ഇടയായി തീരും. എന്തിനെന്നറിയാമോ? വലിയ ജനസമൂഹത്തിൽ വലിയ സൈന്യത്തെ ഓടിച്ചു കളയേണ്ടതിന് രാജാവ് മറ്റൊരു രാജാവിന്റെ അടുക്കലേക്ക് പോകും. പക്ഷേ യഹോശഫാത്ത് ഇവിടുത്തെ ലോക്കൽ രാജാവിന്റെ അടുക്കൽ പോയില്ല. പിന്നെയോ രാജാക്കന്മാരുടെ മീതെ രാജാവായ സാക്ഷാൽ യഹോവയുടെ മുമ്പാകെ അവൻ മുട്ടുമടക്കുവാൻ താല്പര്യപ്പെട്ടു. ഇന്ന് രാത്രി യേശുവിനെ കർത്താവും ക്രിസ്തുവുമായി വിശ്വസിച്ച ദൈവമക്കളെ, നമ്മുടെ കർത്താവ് രാജാവ് തന്നെ അവന്റെ സാന്നിധ്യം അറകം നടത്ത സാത്താന സിംഹാസനത്തിന്റെ അടിവേരി വരെ പറിച്ചു കളയുമെന്ന് ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ ദൈവത്തെ മഹത്വപ്പെടും, ദൈവത്തെ സ്തുതിച്ച് പറയും, കർത്താവ് ഇന്ന് രാത്രി എന്റെ വീട്ടിനകത്ത് നീ ഒരു രാജാവായി എനിക്കും നേരെ യുദ്ധത്തിനായി കടന്നു വരുന്ന സകല യുദ്ധ സന്നാഹങ്ങളെ തച്ചു തകർക്കേണ്ടതിന്, അടിച്ചു പൊളിക്കേണ്ടതിന് ഒരു യുദ്ധവീരനായി ബലവാനായ ദൈവം, യുദ്ധവീരനായി ബലമരക്കുതരി
അവൻ ദൈവത്തെ ഭയപ്പെട്ടു. വചനം പറയുന്നൊരു ഉപവാസം അവൻ പ്രസിദ്ധമാക്കി. നിങ്ങളിങ്ങനെ ഉപവസിക്കുന്നത് പോലെ യഹോശഫാത്ത് രാജാവ് ഒരു ഉപവാസം യഹൂദിൽ പ്രസിദ്ധമാക്കി. എല്ലാവരും ഉപവസിക്കാൻ തുടങ്ങിയപ്പോൾ എന്താണ് സംഭവിച്ചെന്നറിയാമോ? 14-ാമത്തെ വാക്യം ഒന്ന് വേഗത്തിൽ വായിച്ച് 2-3 മിനിറ്റ്. അപ്പോൾ സഭാമധ്യേ വെച്ച് യഹോവയുടെ ആത്മാവ് ആസാഫിന്റെ പുത്രന്മാരിൽ മഥന്യാവിന്റെ മകനായ യെയീയേലിന്റെ മകനായ ബെനായാവിന്റെ മകനായ സെഖര്യാവിന്റെ മകൻ യഹസിയേൽ എന്ന ഒരു ലേവിന്റെ മേൽ വന്നു. അവൻ പറഞ്ഞത് എന്തെന്നാൽ, യഹൂദ്യരൊക്കെയും യെരൂശലേം നിവാസികളും യഹോശാഫാത്ത് രാജാവും ആയുള്ളവരെ കേട്ടുകൊള്ളുവീൻ. യഹോവ ഇപ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്നു, ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിന്റേതത്രേ. അടുത്ത നാളെ അവരുടെ നേരെ ചെല്ലുവിൻ. ഇത് അവർ ശീസ് കയറ്റത്തിൽ കൂടി 18-ാമത്തെ വാക്യം. അടുത്ത 18-ാമത്തെ യഹോശാഫാത്ത് സാഷ്ടാംഗം വണങ്ങി. രാജാവ് സാഷ്ടാംഗം വണങ്ങി. വായിച്ചേ. യഹൂദ്യരൊക്കെ യെരൂശലേം നിവാസികളും യഹോവയുടെ മുൻപാകെ വീണ് നമസ്കരിച്ചു. അടുത്ത വാക്യം. കെഹാത്യരും കോരഹ്യരുമായ ലേവ്യർ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ അത്യുച്ചത്തിൽ സ്തുതിപ്പാൻ എഴുന്നേറ്റു. അടുത്ത. പിന്നെ അവർ അധികാലത്ത് എഴുന്നേറ്റ് തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. അവർ പുറപ്പെട്ടപ്പോൾ ഇനി 21 മുതൽ വേഗത്തിൽ വായിച്ച സമയത്തിന്റെ പരിമിതി കൊണ്ട്. പിന്നെ അവൻ ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധാലങ്കാരം ധരിച്ചു. പിന്നെ അവൻ ജനത്തോട് ആലോചിച്ചു, വിശുദ്ധ അലങ്കാരം ധരിച്ചു. ഇന്ന് രാത്രി ഉപവാസ പ്രാർത്ഥനയും ഒരു വിശുദ്ധ അലങ്കാരം ധരിപ്പാൻ വേണ്ടിയിട്ടാ. ഹല്ലേലൂയ. വിശുദ്ധി നഷ്ടപ്പെട്ടു പോയ അനുഭവങ്ങളിൽ നിന്ന് മടങ്ങി വന്നുകൊണ്ട് ഒരു വിശുദ്ധ അലങ്കാര വസ്ത്രം ധരിപ്പാൻ സർവശക്തനായ ദൈവം ഇന്ന് രാത്രി നമ്മളെപ്പറ്റി ആഗ്രഹിക്കുകയാണ്. യഹോശഫാത്ത് രാജാവ് ജനത്തോട് ആലോചിച്ചിട്ട് അവൻ വിശുദ്ധ അലങ്കാര വസ്ത്രം ധരിക്കുകയാണ്. ഇന്ന് രാത്രി എത്ര പേർ ദൈവത്തിന് മുമ്പിൽ തങ്ങളെ തന്നെ താഴ്ത്തി പറയും, കർത്താവേ, കഴിഞ്ഞ നാളുകൾ വന്നുപോയ കുറവുകൾ, പാപങ്ങൾ, അകൃത്യങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ കഴുകണമേ. വിശുദ്ധിക്ക് ചേരാത്തത് പറഞ്ഞ് കർത്താവ്, വിശുദ്ധിക്ക് ചേരാത്തത് കണ്ട് കർത്താവേ, വിശുദ്ധിക്ക് ചേരാത്ത ഇടപെടലൊക്കെ നടത്തി കർത്താവ്, എങ്കിലും ക്ഷമിക്കണമേ, എങ്കിലും ക്ഷമിക്കണമേ. അതെ, രാജാവ് വിശുദ്ധ അലങ്കാര വസ്ത്രം ധരിപ്പാനിടയായി തീർന്നു. ഹല്ലേലൂയ. സിയോൻ പുത്രേ, ഉണരുക, വിശുദ്ധ അലങ്കാര വസ്ത്രം ധരിച്ചുകൊള്ളുക. നിന്നിൽ മേലല്ല അശുദ്ധനും അഗ്രചർമ്മിയും വരത്തിൽ നിന്ന് യെശയ്യാവ് പ്രവചിച്ചതുപോലെയുള്ള ആ നിലവാരങ്ങൾ വിശുദ്ധ അലങ്കാര വസ്ത്രം ധരിച്ചു. അടുത്ത ഭാഗം വേഗത്തിൽ വായിച്ചേ. സൈന്യത്തിന് മുൻപിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പിൻ, അവന്റെ ദയ എന്നേക്കും ഉള്ളതല്ലോ എന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. നമ്മൾ ആ പുസ്തകത്തിന്റെ എൻഡിലേക്ക് നമ്മൾ വേഗത്തിൽ സഞ്ചരിക്കുകയാണ്. യഹോവയെ സ്തുതിപ്പിൻ എന്ന പദത്തിനകത്ത് നമ്മൾ തുടങ്ങിയതാണ്. യഹോശഫാത്ത് രാജാവ് ഇതാ ദൈവത്തെ സ്തുതിപ്പാൻ ആഹ്വാനം ചെയ്യുന്നു. അവൻ സ്തോത്രം, ദൈവത്തെ ആരാധിപ്പാൻ, സ്തുതിപ്പാൻ, യഹോവയെ സ്തുതിപ്പിൻ, അവന്റെ ദയ എന്നേക്കും ഉള്ളതല്ലോ എന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. അവർ പാടി സ്തുതിച്ച്. ഇന്ന് രാത്രി പാടി സ്തുതിക്കണം കേട്ടോ. നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തണം. അടുത്ത താഴോട്ട് വേഗത്തിൽ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമ്മോന്യരുടെയും മോവാബ്യരുടെയും സേർ പർവ്വതക്കാരുടെയും നേരെ പതിയിരിപ്പുകാരെ വരുത്തി എന്ന് പാടി സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നറിയാമോ? നിനക്ക് വിരോധമായി വരുന്നവർക്ക് വിരോധമായി ദൈവം പതിയിരിപ്പുകാരെ ഒരുക്കും. കാര്യം, യുദ്ധം നിന്റേതല്ല, യുദ്ധം ദൈവത്തിൻ്റെതാണ്. ഇന്ന് രാത്രി ദൈവത്തോട് എത്ര പേർ പറയും, കർത്താവ്, യുദ്ധം എൻ്റെതല്ല, യുദ്ധം അങ്ങയുടേതാണ്. അടുത്ത് വായിച്ച് വേഗത്തിൽ വായിച്ച്. അവർ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ അവർ തോറ്റുപോയി. ആരാ തോറ്റുപോയത്? ദൈവത്തെ സ്തുതിക്കുന്നവർ സ്തുതിച്ചപ്പോൾ അവർക്ക് വിരോധമായി വന്നവർ തോറ്റുപോകുന്നു. അമ്മോന്യരും മോവാബ്യരും. വായിച്ച്. സേയീർ പർവ്വത നിവാസികളോട് എതിർത്ത് അവരെ നിർമൂലമാക്കി നശിപ്പിച്ചു. അടുത്ത് സേയീർ നിവാസികളെ സംഹരിച്ച ശേഷം അവർ അന്യോന്യം നശിപ്പിച്ചു. യഹൂദ്യർ മതി. നമുക്കിവിടെ കാണാൻ കഴിയുന്ന 3 പേർ ചെയ്തൊരു ശക്തിയായി വന്നു, മഹാശക്തിയായി വന്നു. യഹോശഫാത്ത് രാജാവിനെ തകർക്കുവാൻ ശ്രമിക്കുവാൻ അവർ അണിനിരന്നു വന്നു. പക്ഷേ സംഭവിച്ച കാര്യം, ദൈവത്തെ സ്തുതിപ്പാൻ യഹോശഫാത്ത് രാജാവ് തയ്യാറായപ്പോൾ 3 വിധ ശക്തികളെ കർത്താവ് അടിച്ചു തകർത്തെന്ന്. 3 വിധ ശക്തികളെ കർത്താവ് അടിച്ചു തകർത്തപ്പോൾ ഭയങ്കര ജയമുണ്ടായി. ഇന്ന് രാത്രി എത്ര വിശ്വസിക്കുന്നു, ദൈവത്തെ സ്തുതിച്ചാൽ ഈ വിധത്തിലെ ജയം ഉണ്ടാകുക, ഈ വിധത്തിലെ ജയമുണ്ടാകുക.
ഇങ്ങനെ ചില ജയ നമ്മുടെ ജീവിതത്തിനകത്തുണ്ടാകുക. വചനം നമ്മൾ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവയ്ക്ക് വിരോധമായി വന്ന അമ്മോന്യരുടെയും മോവാബിന്റെയും സയീർ പർവ്വതക്കാരുടെ പതിയിരിപ്പുകാരെ വരുത്തി അങ്ങനെ അവർ തോറ്റുപോയി. അമ്മോന്യരും മോവാബിനും സയീർ പർവ്വതനിവാസികൾ എതിർത്തവരെ നിർമൂലമാക്കി നശിപ്പിച്ചു. സയീർ നിവാസികളെ സംഹരിച്ച ശേഷം അന്യോന്യം നശിപ്പിച്ചു. യഹൂദർ മരുഭൂമിയിലെ കാവൽ ഗോപുരത്തിലേക്ക് എത്തിയപ്പോൾ അവർ പുരുഷാരത്തെ നോക്കിയവർ നിലത്ത് ശവങ്ങളായി കിടക്കുന്നത് കണ്ടൊരുത്തനും ചാടി പോയിരുന്നില്ല. രാത്രി ദൈവത്തിന്റെ മുമ്പാകെ നമ്മെ ഒന്ന് സമർപ്പിച്ചേൽപ്പിച്ചു കൊടുക്കാമോ? ഒരുത്തനും ചാടി പോകാതെ വണ്ണ, ഒരുത്തനും ചാടി പോകാതെ വണ്ണ. ഹല്ലേലൂയ. യഹോവയായ ദൈവം മോവാബിനെയോ അമ്മോന്യരെയോ ആമേൻ സ്തോത്രം മെയൂനിൽ നിന്ന് വന്ന ആമേൻ അവരെ മുഴുവനായി സംഹരിച്ചു കളഞ്ഞുകൊണ്ട് യഹൂദയ്ക്ക് വിരോധമായി വന്നവരെ ദൈവം തകർത്ത് കളഞ്ഞെങ്കിൽ സ്തുതിക്കുന്ന നിന്നെ, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന നിന്നെ, വേർപാടിന് വേണ്ടി നിൽക്കുന്ന നിന്നെ, ലോകം എങ്ങനെയെങ്കിലും പോകട്ടെ, ലോകത്തിലെ സ്വത്രം പോക്ക് എങ്ങനെയെങ്കിലും ആകട്ടെ, ദൈവസഭയിൽ ലോകം കയറിയ ഒരു വല്ലാത്ത ലോകത്ത് നാം ജീവിക്കുന്നത്. പക്ഷെ അതൊന്നും നോക്കി നമ്മൾ ഭാരപ്പെടണ്ട, നമ്മൾ ആരെയും നന്നാക്കാൻ നോക്കണ്ട. നാം നമ്മെ തന്നെ വിധിച്ച് ലോകത്തോടു കൂടി നമ്മൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് നമ്മെ വിധിച്ച് നമ്മെ ശുദ്ധീകരിച്ച് നമുക്ക് ആവോളം വിശുദ്ധിയിലോ ആവോളം ദൈവത്തിലും ജീവിച്ച് ദൈവത്തിന്റെ രാത്രിക്കാലം സ്തുതിക്കാം. എത്ര പേർ ഇന്ന് രാത്രി സ്തുതിക്കുവാൻ തയ്യാറാകുന്നു? സ്തുതിക്കാൻ തുടങ്ങിയപ്പോ ദൈവം ദുഷ്ടശക്തികളെ തകർത്തെറിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി സ്തുതിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ദൈവം ദുഷ്ടശക്തികളെ ഈ രാത്രി തകർത്തെറിയുകയാണ്. ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രഥമ രാത്രിയിൽ പരിശുദ്ധാത്മാവ് അവസാനമായി നമ്മുടെ സംഭാഷിക്കുന്ന ദൂതിതാണ്. നീ സ്തുതിച്ചാൽ നിനക്ക് വിരോധമായി നിൽക്കുന്ന സകല ദുർശക്തികളെ ദൈവം സംഹരിച്ചു കളയാൻ പോവുകയാണ്. ഒരുത്തൻ പോലും ശേഷിക്കത്തില്ല, ഒരുത്തൻ ചാടി പോകത്തില്ല. ഒരുത്തനെങ്കിലും ചാടിപ്പോയ അവൻ നിനക്കോ നിന്റെ തലമുറക്കോ വിരോധമായി എഴുന്നേൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവം ഒരുത്തനെ പോലും ചാടിച്ചു കളയാതെ വന്ന് മുഴുവനെ നശിപ്പിച്ചെങ്കിൽ ഇന്ന് രാത്രി നിനക്ക് വിരോധമായുള്ള എല്ലാ ദുർശക്തികളെ ദൈവം നശിപ്പിക്കും. 2 മിനിറ്റുകൾ മാത്രം കരങ്ങളൊന്നും അടിച്ച് എല്ലാവരും അല്പസം വായികളെ തുറക്കുക, വായി വിസ്തരത്ത് തുറക്കുന്ന ദൈവം നിറയ്ക്കാൻ പോകുക. കൈകളെ തട്ടി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ശകല ബലഘടകസിയം തന്നെ എല്ലാ ദൈവമക്കളൊന്ന് സ്തുതിച്ചേ. പലവിധ ആവശ്യഭാരത്തോടെ ദൈവസ്നേഹായിരിക്കുന്നത് നിങ്ങളൊന്ന് സ്തുതിച്ചേ. ദൈവം പ്രവർത്തിക്കട്ടെ. സ്തുതിയുടെ ആരാധനയുടെ ഉപവാസത്തിന്റെ പ്രഥമ രാത്രിയായി ഈ രാത്രി മാറട്ടെ. ഒന്ന് സ്തുതിച്ചേ. വായികളെ തുറന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മുടെ പതി ദൈവ ശുശ്രൂഷ കർത്താവിന്റെ ദാസനോടുള്ള ദൈവസഭയുടെ നന്ദി അറിയിക്കുന്നു. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. ഹല്ലേലൂയ. നമ്മെ ദൈവം വിളിച്ചത് ദൈവത്തെ സ്തുതിക്കാനാണ്, ദൈവത്തെ മഹത്വപ്പെടുത്താനാണ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിലെ യഹോശാഫാത്ത് ദൈവസന്നിധി സ്തുതിച്ചപ്പോൾ അവന് വേണ്ടി സ്വർഗം ചെയ്ത കാര്യങ്ങൾ ഇന്ന് രാത്രി കേൾപ്പാനിടയായി. ഹല്ലേലൂയ. മോവാബ്യരാകട്ടെ അമ്മോന്യരാകട്ടെ മെയൂനിൽ ചിലർ 3 കൂട്ടമായി ഹല്ലേലൂയ കെട്ടായി അവർ ആ ദൈവദാസനെതിരെ അല്ലെങ്കിൽ ആ രാജാവിനെതിരെ കടന്നു വന്നപ്പോൾ ദൈവസന്നിധിയിൽ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ കൃപ അവന് വേണ്ടി ചലിക്കപ്പെട്ടെങ്കിൽ ഇന്ന് പകൽക്കാലം സ്തുതിക്കുന്നവർക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. സ്തുതിക്കുന്നവർക്ക് വേണ്ടി അല്ലെ ചലിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഇന്ന് പകൽക്കാലം കേൾക്കപ്പെട്ട ദൂതിന് മുമ്പിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. സൂക്ഷിപ്പാൻ കർത്താവിന്റെ ദാസനെ ദൈവം അധികാരപ്പെടുത്തിയല്ലോ. പിന്നെ മൂച്ചുകളെ ആയുധമാക്കി പിന്നെ ഉപയോഗിക്കേണ്ടതിനായി നാം എല്ലാവരും ദൈവസന്നിധി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ താമസമെങ്കിൽ നാളെ മറ്റന്നാളുമൊക്കെ നടക്കുന്ന ഈ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്തദാസന്മാരുടെ സമയങ്ങളിൽ നമ്മുടെ മധ്യയച്ച് വിലപ്പെട്ട ഈ ആലോചനകൾ ദൈവം നമുക്ക് തരേണ്ടതിനായി നാം എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ദാസന്റെ കുറിച്ച് പാസ്റ്റർ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കുമല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗപിതാവേ, ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. തിരുപാദപീഠത്തിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഇന്നു മുതലായിരിക്കാൻ സഭയായി ഞങ്ങൾക്ക് തരുന്ന എല്ലാ അവസരങ്ങൾക്കായും നന്ദിയോടെ സ്തോത്രം. കടന്നു വന്ന എല്ലാ ദൈവജനത്തിനായും സ്തോത്രം. കർത്താവേ, ഈ പ്രാരംഭ രാത്രിയിൽ അങ്ങേ പാടി ആരാധിപ്പാനും സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും അങ്ങയോട് പ്രാർത്ഥിപ്പാനും ദൈവം ഞങ്ങൾക്ക് തന്ന അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളങ്ങളുടെ പാദത്തിലായിരിക്കുന്നത് എല്ലാ നിലയിലും പിന്നെയും വിടുതലിനും അനുഗ്രഹത്തിനും കാരണമാകണമേ.
സഭയിലെ എല്ലാ ഭാരമുള്ള വിഷയങ്ങൾക്കും മറുപടി തരയണം. എല്ലാവരും കടന്നു വരുവാൻ ദൈവം ഇടയാക്കണം. രോഗികൾക്ക് അവിടുന്ന് സൗഖ്യമായിക്കണം കർത്താവേ. ഹോസ്പിറ്റലിലും മറ്റുമായിരിക്കുന്നവർക്ക് ദൈവം പൂർണ്ണ വിടുതൽ കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹത്തോടെ ഹല്ലേലൂയ സ്തോത്രം അതെല്ലാം അറ്റൻഡ് ചെയ്ത് അവർക്ക് വിജയമായി തീരുവാൻ ദൈവം ഇടയാക്കണം. സഭയ്ക്ക് വലിയ വിശാലത കൽപ്പിക്കണമേ കർത്താവേ. ദേശതാത്മാക്കളെ ദൈവം എഴുന്നേൽപ്പിക്കണം. നിരാത്തിൽ ഞങ്ങളുടെ മധ്യയിൽ അങ്ങയുടെ ദാസനെ അയച്ച് കർത്താവേ വിലപ്പെട്ട സന്ദേശങ്ങൾ തന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. യഹോവയെ ഭയപ്പെടുവാൻ, കർത്താവേ അങ്ങയെ സ്തുതിപ്പാൻ, അങ്ങയെ ആരാധിപ്പാൻ ദൈവം ഞങ്ങളെ എല്ലാവരെയും എപ്പോഴും സഹായിക്കണമേ കർത്താവേ. യോശാഫാത്തിന്റെ ജീവിതത്തിനും കർത്താവേ യഹൂദ ജനത്തിനെതിരായിട്ട് ഹല്ലേലൂയ ശത്രുവായ അമ്മോന്യരും മോവാബ്യരും മെയൂര്യരും ഒക്കെയും കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ അവരാരാധിച്ച് സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ശത്രുവിനെതിരെ പതിയിരുപ്പുകാരെ വരുത്തിയതുപോലെ ഈ ദിനങ്ങളിൽ ദൈവസഭയ്ക്കെതിരായി, കുടുംബങ്ങൾക്കെതിരായി, വ്യക്തികൾക്കെതിരായി ശത്രുവായവന് ഒരുക്കുന്ന എല്ലാ പദ്ധതികളെയും ഹല്ലേലൂയ ശത്രുവിന്റെ എല്ലാ ആഴങ്ങളെയും ഇന്ന് രാത്രിയിൽ ദൈവം തൊടുമാറാകണമേ കർത്താവേ. പതിയിരുപ്പുകൾ വരുത്തിയിട്ട് ദൈവജനത്തിന് വിജയം കൊടുക്കണമേ കർത്താവേ. എല്ലാ പതിയിരുപ്പിന്റെ പദ്ധതികളെയും എല്ലാ ശത്രുവിന്റെ ആഴങ്ങളെയും അവിടുന്ന് ശാസിക്കണമേ. അങ്ങയുടെ ദാസന്മാരെ ഓരോ ദിവസവും ഞങ്ങൾക്ക് അയച്ചു തരണമേ. നാളെ മറ്റന്നാൾ ഞായറാഴ്ചയൊക്കെ കർത്താവേ അങ്ങയുടെ ദാസന്മാരെ അയച്ചു പിന്നെയും അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണം കർത്താവേ. അതിൽ എല്ലാ ശുശ്രൂഷകളും ദൈവജനത്തിന് വലിയ വിടുതലിന് കാരണമാകണം. ഇന്ന് രാത്രി അവിടുത്തെ ദാസനെ അവിടുന്ന് ശക്തമായി ഉപയോഗിച്ചതിനാൽ സ്തോത്രം. തന്റെ ദാസന്റെ ശുശ്രൂഷകളെ അവിടുന്ന് അനുഗ്രഹിക്കണം, മാനിക്കണം. കുടുംബത്തെ അനുഗ്രഹിക്കണം കർത്താവേ. അല്ലെങ്കിൽ സഭയെ അനുഗ്രഹിച്ചാട്ടെ. എല്ലാ വിടുതലും അനുഗ്രഹവും തന്നെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ദൈവജനത്തെ എല്ലാം അവിടുന്ന് അനുഗ്രഹത്തോടെ അയക്കണം. ഞങ്ങൾ സഭയായി അങ്ങോട്ട് സന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങൾക്കും ഈ ദിനങ്ങളിലെ ഉപവാസത്തില് വലിയ മറുപടി കാണുവാൻ ദൈവം ഇടയാകണം. ചില രോഗങ്ങള്, ചില അപകടങ്ങൾ, ആപത്തുകള് സഭയെ വിട്ടു പോകണം കർത്താവേ. ഹല്ലേലൂയ ജനം ഹല്ലേലൂയ ആത്മാവിൽ ശക്തരായി തീരണം. അനേക ആത്മാക്കൾ ദേശത്ത് എഴുന്നേൽക്കണം. ഞങ്ങൾ സഭയുമായി ആഗ്രഹിച്ച് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരണങ്ങളും അനുഗ്രഹമായി നടക്കുവാൻ ദൈവം കൃപ ചെയ്യണം. തിരുകൃപയിൽ ഞങ്ങളെ എല്ലാവരെയും മറയ്ക്കണം. സമാധാനത്തോടെ ഇന്ന് രാത്രി പറഞ്ഞയക്കണം. സ്തോത്രത്തോടെ തൃക്കരങ്ങളിൽ എല്ലാ വിഷയങ്ങളും ഏൽപ്പിക്കുന്നു നാഥ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, മഹത്വം അങ്ങേക്ക് തരുന്നു. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ സ്വർഗ്ഗീയ പിതാവേ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം, 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 സ്തോത്രം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനാം യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശ്വസിച്ച് വഴി നടന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നാം ഏവരോടും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഉപവസിക്കുന്ന എല്ലാ ദൈവമക്കളോടും നിരാത്തിൽ വചനം സൃഷ്ടിച്ച കർത്താവിന്റെ ദാസനോടും ഇന്നു മുതൽ എന്നേക്കും കർത്താവിന്റെ രണ്ടാമത്തെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് രാത്രി നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വേഗം വരണമേ. ആമേൻ, ആമേൻ. നാളെ കർത്താവിന്റെ ദാസൻ ബിനു പൗലോസ് പിറവം എറണാകുളത്തു നിന്നുള്ള കർത്താവിന്റെ ദാസൻ, എല്ലാവർക്കും സുപരിതനായ കർത്താവിന്റെ ദാസൻ നമ്മുടെ മധ്യ കടന്നു വരും. എല്ലാവരും തക സമയത്ത് കടന്നു വരികയാണ്.